നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്റെ മാത്രമല്ല, ഞങ്ങളെല്ലാവരുടെയും പരസ്പരം നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിലൊരു വേദന ജനിപ്പിക്കുന്നു. അതിന് ഒരിക്കലും മറക്കാനാകാത്ത നെഞ്ചു പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പിന്നീട് ഞാൻ നെഞ്ച് വേദനിച്ചു പോയത് ഒടുവിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോഴാണ്. ആ നേക്കഡ് പരേഡ് നടത്തിയ സ്ത്രീ ഉണ്ടല്ലോ, ഒരു കൂട്ടം പേര്, അതിലെ ഒരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ്. ഇന്ത്യ പ്രതിനിധി സംഘത്തിനൊപ്പം മണിപ്പൂരിൽ പോയപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ അവരിങ്ങനെ വല്ലാതെ അവരുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ നിശബ്ദമായി പോയ നിമിഷങ്ങളായി. കണ്ണുനീർ കൊണ്ടല്ലാതെ അവരോട് സംവേദിക്കാനായില്ല. എന്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ്. പിന്നെ അതല്ലാതെ കണ്ണു നിറയുകയും നന്നായി കരയുകയും വേദനിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടേതാകാം, സഖാക്കളുടേതാകാം, അപ്രതീക്ഷിത മരണങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതെല്ലാം വല്ലാതെ ഹൃദയം പിളർക്കുന്ന ഒരുപാട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വന്നിരിക്കുമ്പോൾ പല ചർച്ചകൾ ഞാനൊക്കെ കാണുന്നതാണ്, താങ്കളുടെ ചർച്ചകളാണ്, എതിർക്കൂട്ടരൊക്കെ ഇരിപ്പുണ്ട്. ചർച്ച കഴിയുമ്പോൾ എന്താണ് തോന്നുക? രണ്ടു തരത്തിൽ തോന്നാറുണ്ട്. ചിലപ്പോ സന്തോഷം തോന്നാറുണ്ട്, ചിലപ്പോ ചിലത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ, ചില പോയിന്റുകൾ വിട്ടുപോയല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. ഈ രണ്ടനുഭവങ്ങളാണ്, മറ്റൊന്നുമില്ല. ചിലത് നന്നായി പറഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തി തോന്നും. ചില റീഡ് ചെയ്യുന്നവർ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പൊ സഖാവ് ചർച്ചയ്ക്ക് ഞാൻ റീഡറാണ്, സഖാവിന് തന്നെ തോന്നുവാണ് ഇത് എന്റെ കൂടെ അല്ല, മറ്റുള്ളവരുടെ കൂടെയാണ് നിൽക്കുന്നത്, മറ്റു പാനലിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അങ്ങനെ തോന്നാറുണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നത് റീഡറോ? അത് പലപ്പോഴും നമ്മൾ പോകുമ്പോൾ ഈ പാനലിലുള്ള എതിരിലുള്ള രണ്ടുപേര് പിന്നെ ഈ അവതാരകനും എതിരായിട്ട് സംസാരിക്കാനായിരിക്കും കൂടുതൽ സന്ദർഭങ്ങളിലും പോകേണ്ടി വരിക. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ 3 പേരെയും കണക്കാക്കിയാ പോകുന്നത്. സ്റ്റഡി ചെയ്യില്ലേ? അത് തീർച്ചയായിട്ടും സെന്ററിൽ നിന്ന് തന്നെയാണ് നമ്മളെ നിയമിച്ചു വിടുന്നത്. ഇന്ന ചർച്ചയ്ക്ക് പോകണമെന്നൊക്കെ സെന്ററിൽ പറയാറുണ്ട്. പിന്നെ പൊതുവിലുള്ള ഒരു ധാരണ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവിൽ എല്ലാവർക്കും നൽകാറുണ്ട്. എവിടെയെങ്കിലും പാളി പോയിട്ടുണ്ടോ? പറഞ്ഞത് പാളി പോയിട്ടുണ്ടോ? ഇല്ല, പാളി പോയിട്ടില്ല. പക്ഷേ കൂടുതൽ പറയാമായിരുന്നു എന്ന് തോന്നിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന, മോശപ്പെട്ട അല്ലെങ്കിൽ പാളിപ്പോവാന്ന് പറഞ്ഞാല് പാർട്ടി ലൈനിന് വിരുദ്ധമായി എവിടെയും വീണിട്ടില്ല ഇതുവരെ ഒരാൾ. എങ്കിലാ പാളിപ്പോവില്ലെന്ന് പറയാം. എങ്കിലാ എന്നെ സംബന്ധിച്ച് CPM പാർട്ടിനെ സംബന്ധിച്ച് പാളിപ്പോവാന്ന് പറയാം. അങ്ങനെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പാർട്ടിയുടെ ലൈനിനകത്ത് നിന്നുകൊണ്ടല്ലാതെ എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം കൂടി വന്നിട്ടുണ്ട്. അതും അതും ചിലപ്പോ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയന്ത്രണാതീതമായി പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ പോയിട്ടുണ്ട്. മനുഷ്യനാണല്ലോ. റൈൻസാവിന്റെ ചർച്ച കേൾക്കുമ്പോൾ ഒരു സ്ഫുടമായിട്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഞാനത് സ്വയം ജഡ്ജ് ചെയ്യുന്ന ആളാണ്. ചിലപ്പോ നമ്മളിപ്പോ ബഹളം വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് എന്ന് കരുതുന്ന ഒരാളാണ്. മൂന്നാമത് കൂടുതൽ പറയാമായിരുന്നു. ചിലത് വിട്ടുപോയി, ഇന്ന പോയിന്റ് വിട്ടുപോയി, ചില ചരിത്ര ഓർമ്മകൾ ചിലപ്പോൾ വിട്ടുപോയി എന്നിരിക്കും. അല്ലെങ്കിൽ ഈ ആംഗിളിൽ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഡിഫൻസ് എടുക്കുകയാണല്ലോ, ചിലപ്പോൾ നമ്മള് ഒഫൻസീവ് ആവുകയാണ്. ഏതായാലും ചില ആംഗിൾ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ആംഗിളിലായിരിക്കില്ല ഒരു പക്ഷേ ഞാൻ പറയും. ഇറങ്ങിട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വമേധയോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അതായിരുന്നല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇലക്ഷനൊക്കെ വരികയാണ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പാർട്ടി സംഘടനപരമായിട്ട്? ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസിലേക്ക് വരും, മികവുറ്റ പെർഫോമൻസിലേക്ക് വരും. അതിൽ യാതൊരു സംശയം വേണ്ട. അല്ല, പാർലമെന്റ് ഇലക്ഷനാണ് ആദ്യം വരുന്നത്. അതെ, പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാർലമെന്റ് ഇലക്ഷനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴിഞ്ഞതിന് നല്ല പെർഫോമൻസിൽ തന്നെയായിരുന്നല്ലോ. നമ്മൾ പെർഫോമൻസ് മോശമായി പോയത് LDF കഴിഞ്ഞ സന്ദർഭത്തിലായിരുന്നു. അത് ഡൽഹിയില് ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഒരു മോദി വിരുദ്ധ വികാരം തന്നെയാണ് ആഞ്ഞടിച്ചത് കേരളത്തിൽ. അതെ, പക്ഷെ അത് കോൺഗ്രസിന് ഫേവറായി. ഇത്തവണ അത് കോൺഗ്രസിന് ഫേവർ ആകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇരുട്ടിൽ കിടന്ന് തപ്പാണ്. അപ്പൊ അത് കോൺഗ്രസിനെ വല്ലാതെ എഫക്ട് ചെയ്യും. കോൺഗ്രസിനെ പരമ്പരാഗതമായി കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒരു 3ാം മുന്നണി എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് സഖാവ് വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ 3ാം മുന്നണി എന്നത് ഒരിക്കലും പാർട്ടി കണ്ടിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടുള്ളത് BJP എതിർക്കുന്ന സമാന മനസ്കരായ മുഴുവൻ പേരുടെയും ഒരു പ്ലാറ്റ്ഫോമാണ്.
അതൊരു മുന്നണിയല്ല. മുന്നണി പ്രായോഗികമാണോ എന്ന് മുന്നണി പ്രായോഗികമല്ല. മുന്നണി എന്നുള്ളതല്ല ഞങ്ങളുടെ കോൺസെപ്റ്റ്. അതൊരു പൊളിറ്റിക്കൽ ബ്ലോക്കാണ്. ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത നിലപാടുകളുണ്ടാകാം. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും യോജിക്കുന്നു, അത് രാജ്യത്ത് BJP അപകടമാണ്. അത്തരം യോജിപ്പുകൾ ഫലപ്രദമായി നടപ്പാകുമെന്ന് കേരളത്തിൽ തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. കേരളത്തിൽ ഇപ്പൊ അങ്ങനെ കേരളത്തിൽ ഞങ്ങളുടെ ലൈൻ കൃത്യമാണ്. BJP പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് രാജ്യത്താകെ. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിച്ച് വിജയിക്കുക എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാകണം. ഡൽഹിയിൽ ഇടതുപക്ഷത്തിന് നമ്പർ കൂടണം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ആ നമ്പർ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാനം. അത് കേരളത്തിലെ ജനങ്ങൾ അതറിഞ്ഞ് പ്രവർത്തിക്കും. ഇപ്പൊ ഈ കർഷക മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങൾ മുഴുവൻ പേരും നീതി പുലർത്തി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നീതി പുലർത്തി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അങ്ങനെ അത് ജനം കാണുന്നുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ എണ്ണം ഇവിടെ കൂടണം. ഞങ്ങൾക്ക് ഇരുളിൽ തപ്പുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുകളുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുക, ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു സെക്കുലർ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന LDFന്റെ MP-മാർ നിൽക്കും എന്ന് ജനങ്ങൾക്കറിയാം. അത് ഈ പരിമിതമായ എണ്ണം MP-മാർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മൂന്നാം മുന്നണിയല്ല, കോൺഗ്രസിനെ അല്ല BJPയെ എതിർക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നില ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രിയെ ചൂണ്ടിക്കാട്ടി ഒരു വോട്ട് പിടിക്കാൻ, ഇപ്പൊ രാഹുൽ ഗാന്ധിയോ അങ്ങനെ ആരെയും കാണിച്ച് ഒരു വോട്ട് പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കോൺഗ്രസിന് വരെ ഉണ്ട് എന്ന് വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും കാണുന്നില്ല. ഇപ്പൊ ഒന്നാം UPA ഗവൺമെന്റ് വരുമ്പോഴും പ്രധാനമന്ത്രിയെ കാണിച്ചിട്ടല്ലോ വന്നത്. BJPക്കെതിരെ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി വോട്ട് പിടിക്കുക, ഭരണഘടനയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുക, ഒരു പ്രധാനമന്ത്രിയെ കാണിച്ച് വോട്ട് പിടിക്കേണ്ട കാര്യമില്ല. അത് സാധ്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാകണം. ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇലക്ഷനാണിത്. ആ മന്ത്രം ഉയർത്തിപ്പിടിച്ച് മത്സരിക്കുക, ജനങ്ങളെ കാണുക, ജനങ്ങള് വിജയിപ്പിക്കും. മനസ്സിലായി. പിന്നെ വരുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണല്ലോ ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ബിഷപ്പുമാരെ ഇപ്പൊ ക്രിസ്ത്യൻ സംഘടനയുമായിട്ട് ഏറ്റവും അടുക്കുകയാണ് BJP. അടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ബിഷപ്പുമാർ ഡൽഹി പോകുന്നു, മോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതൊക്കെ ഈ ഇടയ്ക്ക് വലിയ രീതിക്ക് ചർച്ച ചെയ്തു. സജി ചെറിയാൻ പറഞ്ഞ ചർച്ചയൊക്കെ വലിയ രീതിയിൽ വിവാദങ്ങളാവുകയൊക്കെ ചെയ്തു. അവരുടെ ഒരു കൂടിക്കാഴ്ച ഈ ക്രിസ്ത്യൻ സഭയെ അടുപ്പിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? BJP അത് മെനയുന്നുണ്ട്. BJP രാഷ്ട്രീയത്തിന് വേണ്ടി ഏത് കളിയും കളിക്കും. അപ്പോൾ BJP അത് മെനയുന്നുണ്ട്. പക്ഷെ BJPക്ക് എത്ര അങ്ങനെ അവര് നടിച്ചാലും, എത്ര അഭിനയിച്ചാലും BJPക്ക് അതെങ്ങനെയാണ് പ്രായോഗികമാക്കാൻ കഴിയുക? ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾക്ക് നല്ല ധാരണയുള്ളവരാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം, കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിച്ചവരാണ്. ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ആരാണ് RSS എന്നും എന്താണ് അവരുടെ ഐഡിയോളജി എന്നും നല്ല ധാരണയുള്ളവരാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് RSS. അവര് ചെന്നാല് ഇവരുടെ എല്ലാം വീടുകളിൽ സ്വീകരിക്കും. അതവരുടെ എന്താ പറയാ, അവരുടെ ഔന്നത്യമാണ്, അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതവര് ചെയ്യും. അത് കണ്ടിട്ട് മഞ്ഞളിക്കേണ്ടതില്ല. കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗവും കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവും നല്ല ധാരണയുള്ളവരാണ്. ആരാണ് RSS, എന്താണ് അവരുടെ അജണ്ട, എന്താണ് ഈ ആഗമനോദ്ദേശം എന്ന് നന്നായിട്ട് അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കും. അവരെ ക്ഷണിച്ചാൽ ഒരു പക്ഷെ അവർ പോയെന്നിരിക്കും. അതൊക്കെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്, അവരുടെ ഔന്നത്യമാണ്. ആ ഔചിത്യവും ഔന്നത്യവും കണ്ടിട്ട് ഭരിക്കേണ്ട കാര്യം BJPക്കില്ല. അത് BJPക്ക് മനസ്സിലാകും. ഈ നേരത്തെ പറഞ്ഞത് നല്ല നടനാണെന്ന് നമ്മൾ പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ വല്ല ഓഫറും വന്നിട്ടുണ്ടായിരുന്നു? പലപ്പോഴും ഈ ചില ഗസ്റ്റ് അപ്പിയറൻസ് എല്ലാം ചില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയവും ചെയ്തിട്ടില്ല. അഭിനയിക്കാൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് LDF ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥ ഒരു ഡോക്യുമെന്ററി എടുത്തു. PT കുഞ്ഞുമോദായിരുന്നു അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്.
അപ്പൊ അതില് ഞാനിങ്ങനെ ഒരു അഭിനയിച്ചില്ല. അങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ വന്നത്. പണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. അല്ലാതെ സമീപകാലത്ത് പിന്നീട് രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാരയിലേക്ക് വന്നതിന് ശേഷം പലപ്പോഴും പല സുഹൃത്തുക്കളും പല സിനിമകളിലേക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ സമയമോ സാഹചര്യമോ ഒത്തുവന്നില്ല, നടന്നിട്ടില്ല. അല്ല വേണ്ട എന്ന് വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് താല്പര്യമുള്ളതാണ്. അല്ലേ? അഭിനയിക്കുന്നത് താല്പര്യമുള്ളതാണ്. എനിക്ക് അഭിനയിക്കാനും ഡബ് ചെയ്യാനും താല്പര്യമുള്ളതാണ്. ഡബ് ചെയ്യാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് ശബ്ദം എനിക്ക് ഭയങ്കര താല്പര്യം. ശബ്ദവിന്യാസം അത് എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ഡോക്ടർ ബിജുവിന്റെ ഒരു സിനിമയില് ഒരു ചെറിയൊരു ഭാഗം ഡബ് ചെയ്തു, വളരെ ചെറിയൊരു ഭാഗം. ഏത് സിനിമയായിരുന്നു? ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി, കുറെ കാലങ്ങൾക്ക് മുമ്പാണ്. ഒരു ചെറിയ ഭാഗമാണ്. നമ്മുടെ അനൂപ് ചന്ദ്രൻ അല്ലേ? അനൂപ് ചന്ദ്രൻ ഫ്രെയിമിൽ വരുന്ന ഒരു സീനാണ്. അപ്പൊ അനൂപ് ചന്ദ്രൻ ഒരു കോളാമ്പിയിലൂടെ ഒരു പ്രസംഗം കേട്ടിട്ട് വരുന്നുണ്ട്. ആ പ്രസംഗം ഡബ് ചെയ്തതാണ്. അത് ഡബ് ചെയ്തായിരുന്നു. ഈ പറഞ്ഞ ഈ പ്രാസംഗികന്മാരില്, രാഷ്ട്രീയ പ്രാസംഗികന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാസംഗികൻ ആരാണ്? ഒരുപാട് പേരുണ്ട്. നമുക്ക് എനിക്കൊക്കെ കുറെ ആളുകളുടെ പേര് എന്റെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത്. നയനാർ സാറിന്റെ പുസ്തകം ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും പല ശൈലികളാണ് പലർക്കും. പന്നിയൻ രവീന്ദ്രൻ സ്റ്റൈല് വേറെയാണ്. അങ്ങനെ കുറെ ഒരുപാട് പേരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വിഷയത്തിന്റെ ഇത് അങ്ങനെയൊക്കെയാണ്. എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി എനിക്ക് കൂടുതൽ ഇഷ്ടം വളരെ ഷാർപ്പായതും വൈകാരികവുമായതുമായ പ്രസംഗമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരാണ്? ഷാർപ്പായതും വൈകാരികമായതുമായ പ്രഭാഷണങ്ങൾ. അത് ഒരുപാട് പേരുടെ ഉണ്ട്. അതൊരു പിന്തുടർന്നൊന്നും പോയിട്ടില്ലോ. അവരുടെ അത് അപകടം ചെയ്യും. അങ്ങനെ പോകരുത്. അങ്ങനെ പോയാലും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് അതങ്ങ് അബ്സർവ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഒക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും പറയാൻ പറ്റുമോ മത്സരത്തിനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന? പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല. ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങോട്ടൊക്കെയാ പോകുന്നത് മനസ്സിലായി. ഇല്ല, അങ്ങനെ ഒരു ആലോചന, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കേണ്ട തെരഞ്ഞെടുപ്പ്. അതുണ്ടാകും. നിയമസഭയിൽ ഹാട്രിക് അടിക്കുമോ? ഉറപ്പ്. കാരണം ഞാൻ ഉറപ്പെന്ന് പറയാൻ കാരണം ജനങ്ങൾ അത് സ്വീകരിക്കും. ഞങ്ങൾ ജനങ്ങളിൽ അങ്ങേയറ്റം വിശ്വാസം അർപ്പിച്ച് പറയുകയാണ്. ഉറപ്പാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ സിനിമയിൽ. എനിക്ക് അതാണ് പറയാനുള്ളത്. രാഷ്ട്രീയക്കാരോടൊപ്പം എന്റെ ഏരിയ അതല്ല. നല്ല വേഷങ്ങൾ കിട്ടണം. അല്ല, എന്റെ ഏരിയ അതല്ല. താങ്കൾ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ നല്ല വേഷങ്ങളും കിട്ടണമെന്ന് എന്റെ ഒരു ആഗ്രഹം. താങ്കളെ ബിഗ് സ്ക്രീനിൽ കാണണം, മിനി സ്ക്രീനിലാണ് കാണണം, നമ്മള് ടിവിയിൽ ചർച്ചകൾ കാണുന്നു. പിന്നെ ഡബിങ് എന്ന് പറഞ്ഞത് വലിയൊരു കലയാണ്, വലിയ കലാവാസം. അതെനിക്ക് വേണ്ടി താല്പര്യമുള്ളത്, വലിയ ഒരു കഴിവാണ്. ഇത് രണ്ടും താല്പര്യം. ഞാൻ അങ്ങ് ചോദിച്ചപ്പോ വളരെ തുറന്ന മനസ്സോടുകൂടി ഞാനൊക്കെ സംസാരിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ തുറന്ന് നിങ്ങളോടല്ലല്ലോ, പ്രേക്ഷകരോട് കൂടിയാണല്ലോ. അതെ അതെ അതെ. അപ്പൊ നമ്മളെ കേൾക്കുന്ന ആളുകളോട് നമ്മള് മറച്ചു വെച്ചല്ലോ പറയാം. അല്ല, നമ്മള് അങ്ങനെ പറഞ്ഞു പോകുന്നതാണല്ലോ നല്ലത്. എങ്കിലും ഒത്തിരി സന്തോഷം. താങ്കളോടും പലപ്പോഴും താങ്കളുടെ ഷോ, താങ്കളുടെ ഇന്റർവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ചലച്ചിത്ര താരങ്ങളുമായിട്ടൊക്കെയുള്ള വളരെ നല്ല ഇന്റർവ്യൂറാണ്. ജേർണലിസം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റർവ്യൂർ എന്ന നിലയിലും താങ്കൾ വളരെ നല്ല നിലയിലാണ്, സ്കിൽഡാണ്. അതെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. ഒത്തിരി സന്തോഷം. താങ്ക് യു. ശരി.